ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്. നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടാരറ്റ് റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ് എന്താണ്. വളരെ യാദൃച്ഛികമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്ന ഈ ഒരു റീഡിംഗ്, ഇതിൽ നിങ്ങൾക്കുള്ള ഒരു ഡിവൈൻ സന്ദേശമുണ്ട്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ പേര് ഒരു 3 പ്രാവശ്യം മനസ്സിൽ പറയുക. ആദ്യം നമുക്ക് നിങ്ങളുടെ ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് കാർഡ് 2 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ ഈ ഒരു ബന്ധത്തെ ഒരു ട്രൂ ഇമോഷണൽ കണക്ഷനായി തന്നെ കാണുന്നു. അതിൻ്റേതായിട്ടുള്ള ഒരു വാല്യൂ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതൊരു ഫിസിക്കൽ മാത്രമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല, സോൾ ലെവൽ അട്രാക്ഷൻ ഉണ്ട് എന്ന് കാണിക്കുന്നു. ഈ ഒരു കാർഡ് പറയുന്നത് ശരിക്കും നിങ്ങൾ തമ്മിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഐ കോണ്ടാക്ട്, സൈലൻ്റ് ആയിട്ടുള്ളൊരു ബോണ്ടിങ് എല്ലാം വളരെ സ്ട്രോങ് ആണ് എന്ന് കാണിക്കുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ദ സ്ട്രെങ്ത് കാർഡാണ്. പക്ഷേ നിങ്ങളൊരു സെൽഫ് കൺട്രോൾ പാലിക്കാൻ ശ്രമിക്കുന്നു ഈ ഒരു സമയം. ഈ ഒരു ബന്ധം ഒരു റിസ്കി ആണെന്ന് ശരിക്കും നിങ്ങൾക്കറിയാം. ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് സ്പ്രെഡ് തന്നെയാണ്. നിങ്ങളുടെ ഹൃദയവും മൈൻഡും തമ്മിൽ നടക്കുന്ന ഒരു യുദ്ധം. നിങ്ങൾ പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ ഇമോഷണലി വളരെ സ്ട്രോങ് ആണെന്നൊക്കെ മറ്റുള്ളവർക്ക് തോന്നുമെങ്കിലും ഇൻസൈഡിലേക്ക് വരുന്ന സമയത്ത് വളരെ സോഫ്റ്റ് ഹാർട്ടഡ് ആണ്. ദ ഫൂൾ കാർഡ് സൂചിപ്പിക്കുന്നത് ഇവിടെ ഒരു റിസ്ക് ടേക്കിംഗ് എനർജിയെ സൂചിപ്പിക്കുന്നു. എന്തായാലും ഒരു ചാൻസ് കൊടുക്കാം എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റ്. അതായത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ തന്നെ നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു ചാൻസും കൂടി കൊടുക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു എനർജി. അതായത് ഈ ഒരു ബന്ധത്തിൽ വളരെ ഡീപ്പായിട്ട് തന്നെ നിങ്ങൾ അറ്റാച്ച് ആയിരിക്കുന്നു. ലവ് പ്ലസ് ഇമോഷണൽ മെച്യൂരിറ്റി പ്ലസ് റിസ്ക് ടേക്കിംഗ് എനർജിയാണ് ഈ ഒരു സ്പ്രെഡിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഈ ഒരു ബന്ധം മുന്നോട്ട് പോകും തോറും അത്ര സിമ്പിൾ ആയിരിക്കില്ല എന്നുള്ളത്. ഇങ്ങനെ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്ക് വീണു പോകണം എന്നുള്ള മനഃപൂർവ്വമായിട്ടുള്ളൊരു തോട്ട്സിലല്ല നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആ ഒരു കുറ്റബോധം ശരിക്കും നിങ്ങളെ കൂടെ അലട്ടുന്നുണ്ട്. നിങ്ങൾക്കിടയിലെ ഒരു പിണക്കം എന്നൊക്കെ പറയുമ്പോൾ വളരെ ഡീപ്പാണ്. മനസ്സിലുള്ള കാര്യങ്ങളൊന്നും ഒരാളോട് പോലും തുറന്നു പറയാനാകാതെ ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കുന്ന ഒരുപാട് പേരുടെ എനർജി. അടുത്തതായി നമുക്ക് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് കിങ് ഓഫ് വോൺസ് ആണ്. അവർ വളരെ പാഷനറ്റ് ആണ് ഈ ഒരു ബന്ധത്തിൽ നിങ്ങളോട്. ഒരു സ്ട്രോങ് അട്രാക്ഷനൊക്കെ നിങ്ങളോടുണ്ട്. ഫിസിക്കൽ കെമിസ്ട്രിയൊക്കെ ശരിക്കും നിങ്ങൾക്കിടയിലുണ്ട്. അവർ ശരിക്കും ഈ ഒരു എക്സൈറ്റ്മെൻറ്റിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. 5 ഓഫ് കപ്സ് ഒരു കുറ്റബോധത്തിനെ സൂചിപ്പിക്കുന്നു. ഗിൽറ്റ്, പാസ്റ്റ് റിഗ്രറ്റ്, നിങ്ങൾ തമ്മിലുള്ള ചില ബന്ധത്തിലുണ്ടായ ചില അവിശ്വാസമായിരിക്കാം, പിണക്കങ്ങളായിരിക്കാം, വഴക്കുകളായിരിക്കാം. ആ ഒരു കാര്യത്തിൽ ഒരു പാസ്റ്റ് റിഗ്രഷനെ സൂചിപ്പിക്കുന്നു. നിലവിലുള്ള അവരുടെ സാഹചര്യങ്ങളും അതല്ല കുടുംബപരമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റുകളും ഒക്കെ കാരണം ഇമോഷണലായിട്ട് വളരെ കൺഫ്യൂഷനായിട്ടിരിക്കുന്ന ഒരു സ്റ്റാറ്റസ് ആണ് അവർക്കിപ്പോൾ ഉള്ളത്. നെക്സ്റ്റ് വന്നിരിക്കുന്ന ദ സൺ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ അവർക്ക് കൊടുത്ത ആ ഒരു സന്തോഷങ്ങൾ അതിനെപ്പറ്റി ഓർക്കുന്നു എന്ന് കാണിക്കുന്നു. അവർക്കറിയാം നിങ്ങളോടൊപ്പം ഇരിക്കുമ്പോൾ ശരിക്കും ലൈറ്റായിട്ട് ഫീൽ ചെയ്യും. അവരുടെ ആ ഒരു ലൈഫിലെ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് അത് നിങ്ങളാണെന്ന് അവർ മനസ്സിലാക്കുന്നു. മറ്റൊരാളും അവരെ നിങ്ങളെപ്പോലെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം. നെക്സ്റ്റ് വന്നിരിക്കുന്ന മജീഷ്യൻ കാർഡ് ഒരു മാനിപ്പുലേഷൻ എനർജി സ്ലൈറ്റായിട്ട് കാണിക്കുന്നു. അതായത് നിങ്ങൾക്കിടയിൽ ഒരു പിണക്കോ വഴക്കോ ഒക്കെ ഉണ്ടായി നിങ്ങളൊരു ബ്രേക്കപ്പ് എനർജിയിലേക്ക് വന്ന് നിങ്ങൾ വിട്ടുമാറി നിൽക്കുന്ന സമയത്ത് നിങ്ങളെ എങ്ങനെ തിരികെ കൊണ്ടുവരണമെന്നും എന്ത് പറഞ്ഞ് മനസ്സിലാക്കി ഈ ഒരു ബന്ധത്തിലേക്ക് വീണ്ടും കൊണ്ടുവരണം എന്നുള്ള സൂത്രപ്പണികളെല്ലാം തന്നെ അവർക്ക് നന്നായിട്ടറിയാം. എങ്ങനെ നിങ്ങളോട് മധുരമായിട്ട് സംസാരിക്കണം, നിങ്ങളോട് എങ്ങനെ അറ്റാച്ച്ഡ് ആകണം, അതുപോലെ തന്നെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്ത് പറഞ്ഞാലാണ് നിങ്ങൾക്ക് സങ്കടം വരിക, എന്തൊക്കെ പറയുമ്പോഴാണ് നിങ്ങൾക്ക് ദേഷ്യം വരിക, പിണങ്ങുക. നിങ്ങൾ എത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും ചില ഞുണുക്ക് വിദ്യകളിൽ കൂടി അവർ നിങ്ങളെ കയ്യിലെടുക്കും. അവരുടെ ഓവറോൾ ഒരു സമ്മറി റീഡിംഗ് നോക്കുമ്പോൾ ശരിക്കും നിങ്ങളോടൊരു അട്രാക്ഷൻ ഉണ്ട്. നിങ്ങളോടൊപ്പമുള്ള ആ ഒരു സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളെല്ലാം തന്നെ ആലോചിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം ചില കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരു കുറ്റബോധം. അവർ ഈ ഒരു ബന്ധം ശരിക്കും ഈ ഒരു കണക്ഷൻ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫുള്ളി കമ്മിറ്റ് ചെയ്യാൻ അവർ റെഡിയല്ല. കാരണം അവരുടെ സാഹചര്യങ്ങൾ, ഫാമിലി പ്രഷേഴ്സ് എല്ലാം തന്നെ അവരെ ഒരു പിന്നോട്ട് വലിക്കുന്നു. നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഒരു നിയർ ഫ്യൂച്ചർ എനർജി എന്താണെന്ന് ചോദിക്കുമ്പോൾ വന്നിരിക്കുന്ന കാർഡ് ദ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഒരു വളരെ സ്ലോ ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റിനെ സൂചിപ്പിക്കുന്നു. സ്ലോ എനർജി, ഒരു സഡൻ ഡിസിഷൻ, തീരുമാനങ്ങൾ അങ്ങനെയൊന്നും വരാനുള്ള ഒരു ചാൻസസിനെ സൂചിപ്പിക്കുന്നില്ല ഈ ഒരു നിയർ ഫ്യൂച്ചറിൽ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകും. ഒരു സ്റ്റഡി ആൻഡ് സീക്രട്ട് മോഡിൽ. അല്പം പിടങ്ങി മാറിയിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒരു ക്വിക്കായിട്ടുള്ള ഒരു ബ്രേക്കപ്പിനെ സൂചിപ്പിക്കുന്നില്ല. ഒരു വെയിറ്റ് ആൻഡ് വാച്ച് എനർജിയാണ് കാണിക്കുന്നത്. കാരണം ചിലർക്ക് ഈ ഒരു ബന്ധത്തിൽ കുറച്ച് സമയം ആവശ്യമാണ് എന്ന് കാണിക്കുന്നു. പ്രാക്ടിക്കൽ തിങ്കിങ് ഓവർ ഇമോഷണൽ ഡിസിഷൻ. ഓവറോൾ ഈ ഒരു റീഡിംഗ് എനർജി നോക്കുന്ന സമയത്ത് ഇത് ശരിക്കും ഈ ഒരു കണക്ഷൻ കാർമിക് വൈബിനെ സൂചിപ്പിക്കുന്നു. സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്ഷൻ നിങ്ങൾക്കിടയിലുണ്ട്. ഇമോഷണൽ ബോണ്ട് വിട്ടുപിരിയാനാവില്ല. ഈ ഒരു ബന്ധത്തിൽ ഒരാളൊരു പ്രാക്ടിക്കലായിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ മറ്റൊരാൾ
ശരിക്കും ഇമോഷണലായിട്ട് ഓവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് കാണിക്കുന്നു. അതായത് ഈ ഒരു ബന്ധമില്ല എങ്കിൽ ലോകം അവസാനിച്ചു എന്ന ഫീൽ. നിങ്ങളുടെ പേഴ്സൺ ശരിക്കും ഒരു ബാലൻസ് കൊണ്ടുവരാനും പാഷനോട് കൂടി ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനെല്ലാം തന്നെ ഭാവിയിൽ തയ്യാറായേക്കാം. പക്ഷേ സ്റ്റെബിലിറ്റി വളരെ സ്ലോ ആയിരിക്കും. ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ അധികം നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. നിങ്ങൾ വളരെ പെട്ടെന്നൊരു ചേഞ്ചസ് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു ഡിലേ വരുന്നു എന്ന് ഈ റീഡിംഗ് കാണിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ക്ഷമയാണ് ആവശ്യം. യൂണിവേഴ്സ് അഡ്വൈസ് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾ ഓക്കെ ആണോ ഈ ഒരു ബന്ധത്തിൽ? നിങ്ങൾക്ക് സന്തോഷം തരാൻ ഈ ഒരു ബന്ധത്തിന് സാധിക്കുന്നുണ്ടോ? ഈ ഒരു ബന്ധത്തിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്നത് അത് നഷ്ടമാകുന്നുണ്ടോ? അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള ഓവർ ഡിപ്പെൻഡൻസി, അവരില്ലാതെ ജീവിക്കാനാകില്ല, ഈ ഒരു ലോകമേ ഇല്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലാണോ? എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ പ്രധാനപ്പെട്ട റെഡ് ഫ്ലാഗുകളാണ് ഇതെല്ലാം തന്നെ. ഇത് നിങ്ങൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ഈ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്ന ഈ ഒരു ബന്ധത്തിൻ്റെ ഒരു നേച്ചർ നോക്കുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി നെഗറ്റീവ് അല്ല, കംപ്ലീറ്റ്ലി സ്റ്റേബിളും അല്ല. നിങ്ങൾക്ക് ഈ ഒരു ബന്ധം ഒരു ലെസൺ ആയിരിക്കും, ഒരു പാഠം. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു കാർമിക്കായിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയായിരിക്കും ഈ ഒരു ബന്ധം. ഇത് ശരിക്കും നിങ്ങളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കും. അതാണ് ഇമോഷണൽ മെച്യൂരിറ്റി. ഈ ഒരു ബന്ധത്തിൻ്റെ നിയർ ഫ്യൂച്ചർ എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ട് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ലോങ് ടൈം ഔട്ട്കം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരിക്കും ശരിയായ തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും. നിങ്ങൾ രണ്ടുപേരും തുടർന്ന് എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളെ ആശ്രയിച്ച്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ എല്ലാവരുടെയും സാഹചര്യം വളരെ വ്യത്യസ്തമായിരിക്കും. അവരവരുടെ സാഹചര്യം മനസ്സിലാക്കി ഒരു തുറന്ന കമ്മ്യൂണിക്കേഷനോട് കൂടി തെറ്റിദ്ധാരണകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് അവസാനിപ്പിച്ച് നല്ല നല്ല തീരുമാനങ്ങളെടുത്ത് മനസ്സ് തുറന്ന് ചിരിച്ച് സന്തോഷമായി ജീവിതത്തിൽ മുന്നോട്ട് പോവുക. ഈ ഒരു ബന്ധത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ചില റെഡ് ഫ്ലാഗുകളെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓർക്കുക. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിന് നന്ദി പറയുക. നിങ്ങളുടെ ജീവിത വിജയത്തിനായി ദിവസേനയുള്ള ടാരോട്ട് ഗൈഡൻസിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കരിയറിലായാലും റിലേഷൻഷിപ്പിലായാലും ഒരു സ്റ്റക്കായ അവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു ടാരോട്ട് റീഡറിനെ സമീപിച്ച് നിങ്ങളുടെ മാത്രമായിട്ടുള്ള ഒരു റീഡിംഗ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു ലൈഫ് ഗൈഡൻസ് എടുക്കുന്നത് വഴി ജീവിതചര്യകളിലും പ്രാർത്ഥനകളിലും എല്ലാം തന്നെ അല്പം ഒരു മാറ്റമൊക്കെ വരുത്തി വളരെ നല്ല ഒരു ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ജീവിത വിജയം സുനിശ്ചിതമാണ്. എൻ്റെ പേഴ്സണൽ ടാരോട്ട് റീഡിങ്ങിനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്. ഇനിയൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ സാധിക്കാത്തവർക്ക് ധാരാളം വീഡിയോസ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോയ്ക്കും ഒപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ഡിവൈൻ ഗൈഡൻസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ദിവസേനയുള്ള പ്രാർത്ഥനകളിൽ നിങ്ങൾ ഒരുപാട് വിഷമം അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ പേരും നാളും ചേർത്ത് കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള ജീവിതയാത്രയിൽ നിങ്ങൾക്ക് വളരെയേറെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രപഞ്ചശക്തിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു യൂണിവേഴ്സ്.